ഒന്ന് വന്നേ ഗിരി. ജ്യോതിഷം എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണെന്ന് ഞാൻ കരുതുന്നില്ല, അതും ഇതുപോലൊരു കാര്യത്തിന്. അങ്ങനെയല്ല, നാരായൺജി പറഞ്ഞതാ. നിങ്ങളുടെ ഏട്ടൻ സ്ഥിരമായിട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ അല്ലേ? ഇത് നടക്കും. നടക്കുവോ നടക്കില്ലയോ അതല്ല ഇപ്പൊ നമ്മുടെ വിഷയം. നീലിന്റെ ആറ്റിറ്റ്യൂഡാ. ഒരു കൊല്ലത്തിനുള്ളിൽ മരിച്ചു പോകുമെന്ന് കരുതിയിട്ടാ അവൻ സ്വാതി വിവാഹം കഴിച്ചത്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ചതിയല്ലേ അവൻ സ്വാതിയോട് ചെയ്തത്? എന്താ സംശയം? അയാളെപ്പോലുള്ളൊരു ചെറുപ്പക്കാരൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും അയാൾക്ക് അവളെ ഇഷ്ടമില്ലാത്തത്. അയാളിപ്പോഴും പഴയ കാമുകിയുടെ പുറകെ ചുറ്റിത്തിരിയുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കും. ഇനി തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ് അച്ഛാ. ഇങ്ങനൊരു ചതി അറിഞ്ഞിട്ട് അവളെ ഇനിയും അവിടെ തന്നെ നിർത്തണോ വേണ്ടോ എന്ന് നമ്മളിപ്പോൾ തീരുമാനിക്കണം. നിർത്താതെ പിന്നെ? എൻ്റെ അഭിപ്രായത്തിൽ അവളെ വിളിച്ചോണ്ട് വന്നായിരിക്കും നമുക്ക് നല്ലത്. ഇങ്ങനെ അപമാനം സഹിച്ചൊന്നും അവൾ ആ വീട്ടിൽ കഴിയേണ്ട യാതൊരു ആവശ്യവുമില്ല. നീ പറയുന്നതൊക്കെ ശരി തന്നെ, ഞാൻ യോജിക്കുന്നു. പക്ഷേ അതോടെ അവളുടെ ഭാവി അവതാരത്തിലാവില്ലേ? ഛേ, മരിക്കാൻ വിടുന്നതിലും ഭേദമല്ലേ അച്ഛാ ഏതെങ്കിലും വീട്ടിൽ അടുക്കളക്കാരിയായിട്ടെങ്കിലും അവൾ ജീവിക്കുന്നത്. എന്നൊക്കെ ഇപ്പൊ തോന്നും, കുറച്ചു കഴിയുമ്പോ ചെയ്തത് മണ്ടത്തരമായെന്നും തോന്നും. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അത് നിന്റെ പ്രായത്തിന്റെ കുഴപ്പോ? എടാ, അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാ അവൾ ആര് നോക്കും? എവിടെയെങ്കിലും ജോലി എടുത്ത് ജീവിക്കാന്ന് വെച്ചാ അതെത്ര കാലം ചെയ്യും? തടിയുണ്ടെന്നേ ഉള്ളൂ. അവളൊരു പെണ്ണാ. ഒരാൺതുണയില്ലാതെ എത്ര കാലം അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും? അങ്ങനെ എത്രയോ പേര് ജീവിക്കുന്നമ്മേ. അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കും. എനിക്കൊന്നും കേൾക്കണ്ട. അങ്ങനെ കേൾക്കാൻ പറ്റുന്ന മൂഡിലല്ല ഞാൻ. പിന്നെ ആൺതുണയുടെ കാര്യമാണ് അമ്മയ്ക്ക് പ്രശ്നമെങ്കിൽ അതിന് ഞാനില്ലേ? ഒന്നുമല്ലെങ്കിലും ഞാൻ അവളെ മുറിച്ചെടുക്കണല്ലേ? ആ വഴിക്കൊന്നും നീ ചിന്തിക്കണ്ട. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. എനിക്ക് ആരുടെയും സമ്മതം വേണ്ട. രാഹുലേ, നിർത്ത. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. സ്വാതിയെ ആ വീട്ടിൽ നിർത്തണോ വേണ്ടെന്നല്ലേ? അതെ. നിനക്ക് എന്താണോ ശരി തോന്നുന്നത് അത് ചെയ്യും. പക്ഷെ ഒരു കാര്യം, അതിനെ തുടർന്നുണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും നീ മാത്രമായിരിക്കും ഉത്തരവാദി. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു? ഒന്നുമല്ലെങ്കിലും ഒരുപാട് കാലം ഈ വീട്ടിൽ പണിയെടുത്തല്ലേ അവള്. ആ കാരണമെങ്കിലും കാണിച്ചുകൂടെ അച്ഛാ? നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവളിപ്പോ ഈ വീട്ടിലുണ്ടായേനെ. അതെ, നിന്റെ വെറും തോന്നല. ഞങ്ങളുടെ സ്ഥാനത്ത് ആരാണെങ്കിലും, അത് നീ ആണെങ്കിൽ പോലും ഞങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റൂ. അപ്പോ അവള് മരിച്ചോടെന്നാണ് അച്ഛൻ പറയുന്നത്? എന്നല്ല. പിന്നെ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരണ്ട എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവളെ കൊലയ്ക്ക് കൊടുക്കാൻ തന്നെയാ. നിങ്ങൾക്കതിന് മനസ്സ് വരുന്നുണ്ടായിരിക്കും, എനിക്കതിന് കഴിയില്ല. പറഞ്ഞല്ലോ, നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാന്ന്. തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോവാ. ഇനിയുള്ള കാലം അവൾ ഇവിടെ കഴിയും, നമ്മുടെ ഈ വീട്ടിൽ. രാഹുലേ, അമ്മ എന്നെ തടയരുത്. മുത്തശ്ശി മരിച്ചപ്പോ അവൾ ഈ വീട്ടിൽ വന്ന രാത്രി ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? അന്ന് നിങ്ങൾ പറഞ്ഞ കുത്തുവാക്കുകളാ അവളെ വീട് വിടാൻ പ്രേരിപ്പിച്ചത്. അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവൾക്ക് ഗതി വരില്ലായിരുന്നു. ഇനി ആ തെറ്റാവർത്തിക്കാൻ ഞാൻ തയ്യാറല്ല. കാലേ പോയിട്ടുള്ളൂ, മനസ്സിപ്പോഴും നല്ല ഉറച്ചത് തന്നെയാ. ഇനി ഞാൻ നോക്കട്ടെ അവളെ രക്ഷിക്കാൻ പറ്റുമെന്ന്. അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടോ? ഇവൾക്ക് ആ ഗിരിയെ മതിയെന്ന്. ഏത് ഗിരി? ആ
നീലിന്റെ ചെറിയച്ഛന്റെ മോൻ. അത് നടക്കോ? അത് തന്നെയാ ഞാനും ചോദിച്ചത്. അത് വേണ്ട മോളെ. സ്വാതിയുള്ള വീട്ടിൽ നീയും കൂടി അത് ശരിയാവില്ല. എന്താ ശരിയാവാത്തത്? അവളുള്ള വീട്ടിൽ ചെന്നാ പിന്നെ സുഖമല്ലേ അച്ഛാ? വീട്ടു ജോലിയൊന്നും എനിക്ക് ശ്രദ്ധിക്കണ്ടല്ലോ. അതെല്ലാം അവള് ചെയ്ത് തീർക്കില്ലേ? അത് മാത്രമല്ല വേറെയുണ്ട് ഗുണം. ഒന്നല്ല 2 തവണയാ അവൾ എന്റെ നേർക്ക് കൊല്ലാൻ വേണ്ടി കൈ ഉയർത്തിയത്. അതിനൊരു തിരിച്ചടി കൊടുക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നടക്കണം. പകയും വൈരാഗ്യമൊക്കെ നീ മനസ്സിൽ നിന്ന് കളയണം. അവളോടുള്ള വൈരാഗ്യം തീർക്കാൻ നീ നിന്റെ ജീവിതം തകർക്കണോ? ഗിരി അത്ര മോശക്കാരനാണോ? എനിക്കാണെങ്കിൽ ചേരുകയും ചെയ്യും. ചേരും, പക്ഷെ അവര് സമ്മതിക്കില്ലല്ലോ. ഞാനത് ഇവളോട് പറഞ്ഞു. സമ്മതിക്കാത്തത് സമ്മതിപ്പിച്ചെടുക്കണം. ആ മാധവന്റെ മോനെ വേണ്ടാന്ന് പല തവണ ഞാൻ പറഞ്ഞതല്ലേ? അത് മതിയെന്ന് പറഞ്ഞ് നിങ്ങൾ 2 ആളും എത്ര തവണ എന്നോട് സംസാരിച്ചു? ഒരിക്കലും നടക്കില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുമ്പോഴല്ലേ അച്ഛാ അതിലൊരു ത്രില്ലുള്ളൂ. എനിക്ക് ഗിരിയെ മതി. ആകെയുള്ളൊരു പ്രശ്നം അവരുടെ വീട്ടുകാരെന്ത് പറയുന്നുള്ളതാണ്. ഏതായാലും ഒരു കാര്യം ചെയ്യാം, മഹേശ്വരനുമായിട്ട് ഞാനൊന്ന് സംസാരിക്കാം. നമുക്കിങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു വയ്ക്കാം. അവരുടെ തീരുമാനം അവര് പറയട്ടെ. അതാണ്. എന്നാ പിന്നെ അധികം വൈകണ്ട. തീരുമാനം എത്രയും പെട്ടെന്ന് അറിയുന്നതാണല്ലോ നല്ലത്. ഞാനും വരാൻ സംസാരിക്കാൻ പോകുമ്പോ അത് വേണ്ട. ആദ്യം ഞങ്ങൾ ആണുങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് പുരോഗതി ഉണ്ടെങ്കിൽ മാത്രം നീ വന്നാ മതി. എന്തു പറ്റി? ഹേയ്, ഞാൻ ഓരോരുത്തരുടെ മോഹങ്ങളെ കുറിച്ച് ആലോചിച്ച് ചിരിച്ചു പോയതാ. അരവിന്ദൻ എന്നെ കാണാൻ വന്നിരുന്നു. ആര്? സ്വാതിയുടെ അമ്മാവനോ? അതെ. അയാളുടെ മോളില്ലേ ദേവപ്രിയ, അവളെ ഗിരിയെ കൊണ്ട് കെട്ടിക്കണമെന്ന് ഒരു ആഗ്രഹം അവർക്ക്. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. കൊള്ളാലോ അവര്. ആ പെണ്ണൊരുത്തിയാ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. സ്വാതിയുടെ കല്യാണത്തിന് വന്നപ്പോ ഞാൻ അവളെ ശ്രദ്ധിച്ചിരുന്നു. ഒരു നരന്തു പോലൊരുത്തി, മൊത്തത്തിൽ പശക. അവളെ ഞാൻ ഈ വീട്ടിനകത്ത് കേട്ടില്ല. അല്ല, അത് കേട്ടിട്ട് നിങ്ങൾ എന്തു പറഞ്ഞു? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അതെങ്ങനെ എനിക്കറിയാം? ശരി, ഇത്രയും കൊല്ലത്തെ അനുഭവം വെച്ച് ഒന്ന് ഊഹിച്ചു പറ. ആലോചിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ല, ഗിരിയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു കാണും. ഏയ്, അതുമല്ല. അപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നല്ലാതെ. പോയി പണി നോക്കാൻ പറഞ്ഞു. അവൾ ഇവിടെ വരുന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ലാന്ന് മനസ്സിലാക്കാൻ ത്രികാലജ്ഞാനാവേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കടുപ്പിച്ച് പറയണ്ടായിരുന്നു. ചില കാര്യങ്ങള് ഇത്തിരി കടുപ്പിച്ച് തന്നെ പറയണം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള എന്താന്ന് ചിലർക്ക് മനസ്സിലാവില്ല. സ്വാതിയെ കഷ്ടപ്പെടുത്തിയതും ഇറക്കി വിട്ടതും എല്ലാം അവർ ഇത്ര പെട്ടെന്ന് മറന്നു എന്ന് ഓർക്കുമ്പോഴാ. പോരാത്തന് സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതുവാ. ആ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇതിന് സമ്മതിക്കില്ലായിരുന്നു. ആ വീട്ടിൽ നിന്നുള്ള സംബന്ധം വേണ്ട, അത് ശരിയാവില്ല. എന്നാലും വിവരമൊന്ന് ഗിരിയോടുകൂടെ പറയണം. അതെന്തിനാ? അവനത് അറിയണം. അല്ലെങ്കിൽ നാളെ ഒരിക്കൽ അവനത് അറിയാനിടവന്ന, അല്ല ഒന്നും ഉണ്ടായിട്ടല്ല, നമ്മൾ ചെയ്ത് തെറ്റാന്ന് അവൻ ചിന്തിക്കും. അവനറിയുന്നത് തന്നെ എൻ്റെ ശരി. ഇനി അവനെങ്ങാനും കയറി സമ്മതാണെന്ന് പറയോ? ഏയ്, അവൻ്റെ കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാ. അവൻ അവളെ വേണ്ടാന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ നീ കണ്ടോ. ഹായ്. അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ? ഉണ്ട്. അപ്പൊ നല്ല ശീലങ്ങളും ഉണ്ട്. മുമ്പ് സ്ഥിരമായിട്ട് പോവായിരുന്നു. ഇപ്പൊ വല്ലപ്പോഴേ ഉള്ളൂ. ഞാൻ വീട്ടിൽ കയറിയിരുന്നു. അപ്പൊ അമ്മയാ പറഞ്ഞത് അമ്പലത്തിൽ പോയിന്ന്. അതാ കാത്തു നിന്നത്. വെറുതെ വന്നതാണോ അതോ? നമ്മൾ തമ്മിൽ കാണേണ്ട കാര്യമുണ്ടല്ലോ. ഉവ്വ്. പക്ഷേ നേരിട്ട് വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല.